എൻ്റെ വിശ്വാസം ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ്. ബി.ജെ.പി ശക്തിയൊന്നുമില്ല. എം ആരിഫിനാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളത്. ആരിഫ് അത്ര സ്ട്രോങ് അല്ല. ഇവിടെ ജയിച്ചു പോയിട്ട് പുള്ളി പിന്നെ ഈ മണ്ഡലത്തിൽ അങ്ങനെ കയറിയിട്ടില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള വികസനവും നാട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എൽ.ഡി.എഫും യു.ഡി.എഫും ആണ് മത്സരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരെയും പറയാനൊക്കത്തില്ല. കെ.സി വേണുഗോപാലായാലും ആരിഫായാലും രണ്ടും തുല്യമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇവിടെ തീർച്ചയായിട്ടും കെ.സി വേണുഗോപാൽ ജയിച്ചിരിക്കും. പ്രാവശ്യം പരീക്ഷണത്തിൽ വിജയിച്ചവരാണ് അവർ. ആ വിജയിച്ച പരീക്ഷണം കൊണ്ട് അവർ ഈ നാടിന് എന്തെങ്കിലും ഗുണം ചെയ്തുകൊണ്ടോ എന്നില്ല എനിക്കറിയില്ല. ഞാൻ 20 വർഷമായിട്ട് ഈ നാട്ടിൽ താമസിക്കുന്ന ആളാണ്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി എം ആരിഫ് ജയിക്കും എന്നുള്ളത് തന്നെയാണ്. ആര് ജയിച്ചാലും കേന്ദ്രത്തിൽ പോയാൽ രണ്ടും ഒരു കക്ഷിയല്ലേ. അതുകൊണ്ട് അവർ ആര് ജയിച്ചാലും ഇതിനേക്കാളും രണ്ടും കൂടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നതായിരുന്നു. ഇടതുപക്ഷമാണ് നമുക്ക് ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുമില്ല. ഈ ഒരു പരിപാടി നമുക്കില്ല. ഇലക്ഷൻ്റെ കാര്യത്തെ പറ്റി നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് പറയാൻ വേണ്ട. ഇവിടെ ആര് ജയിക്കുന്നതാണ്? എൻ്റെ വിശ്വാസം ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ്. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആലപ്പുഴ മണ്ഡലത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള വികസനവും നാട്ടിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മറ്റ് സ്ഥാനാർത്ഥികളും ശോഭ ചേച്ചിയപ്പോൾ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രതീക്ഷിക്കാമോ പല പ്രാവശ്യം പരീക്ഷണത്തിൽ വിജയിച്ചവരാണ് അവർ. ആ വിജയിച്ച പരീക്ഷണം കൊണ്ട് അവർ ഈ നാടിന് എന്തെങ്കിലും ഗുണം ചെയ്തുകൊണ്ടോ എന്നില്ല എനിക്കറിയില്ല. ഞാൻ 20 വർഷമായിട്ട് ഈ നാട്ടിൽ താമസിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു മാറ്റം സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസം. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഒരു പൊതു തെരഞ്ഞെടുപ്പിലോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എം ആരിഫിനാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ഇപ്പോൾ ഉള്ളത്. കാരണം സാമ്പത്തികമായിട്ട് കേരള സർക്കാരിനെ ഞെരുക്കിയപ്പോഴും ഈ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു ശബ്ദം ഉയർത്തുവാൻ എം ആരിഫ് എം പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ല് കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യയിലൊട്ടാകെ ഏറ്റവും കൂടുതൽ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സഭയിൽ അടിയന്തര പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചർച്ച ചെയ്ത ഒരു എം പിയാണ് നമ്മുടെ എം ആരിഫ്. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും മത്സ്യത്തൊഴിലാളി, കരത്തൊഴിലാളി മുഴുവൻ മേഖലകളിലും ഒരു സാന്നിധ്യമായിട്ട് നിന്നുകൊണ്ട് മുഴുവൻ അതായത് തനിക്ക് കിട്ടിയിട്ടുള്ള എം പി ഫണ്ട് ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളിലും നിൽക്കുന്ന എം പിയാണ് എം ആരിഫ്. അതുകൊണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ എടുത്തു പറയുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ എം ആരിഫിനാണ് ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ളത്. ആലപ്പുഴ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് വേണുഗോപാൽ ചെയ്യാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് വേണുഗോപാൽ? പുള്ളി ദേശീയ നേതാവല്ലോ ഒന്നില്ലേലും. ദേശീയ നേതാവ് മാത്രമല്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും വേണുഗോപാലാണ്. മറ്റ് പാർട്ടിക്കാരും കൂടുതൽ സ്ട്രോങ് ആയ ആൾക്കാർ തന്നെ ഉണ്ടാവും. ആരിഫ് അത്ര സ്ട്രോങ് അല്ല. ഇവിടെ ജയിച്ചു പോയിട്ട് പുള്ളി പിന്നെ ഈ മണ്ഡലത്തിൽ അങ്ങനെ കയറിയിട്ടില്ല. ത്രികോണ മത്സരം അല്ലല്ലോ, ത്രികോണ മത്സരമൊന്നുമില്ല. ബി.ജെ.പിയുടെ ക്യാൻഡിഡേറ്റും അല്ലല്ലോ. ഇവിടെ ഭയങ്കര ടൈറ്റ് മത്സരമാണ്. വേണുഗോപാൽ വന്നപ്പോഴത്തേക്ക് വളരെ ടൈറ്റാണ് ആയി. ഇവിടെ ഇനിയിപ്പോൾ കാത്തിരുന്ന് കാണാം. നല്ല നോക്കുന്നു പറയാൻ പറ്റും. ത്രികോണ മത്സരം മൂന്ന് സ്ഥലത്തിലും ശക്തരായ സ്ഥാനാർത്ഥികളാണ്. ബി.ജെ.പി ശക്തിയൊന്നുമില്ല. ആലപ്പുഴയിൽ എൽ.ഡി.എഫും യു.ഡി.എഫും ആണ് മത്സരിക്കുന്നത്. ബി.ജെ.പിക്ക് വലിയ ശക്തിയൊന്നുമില്ല. പിന്നെ കാത്തിരുന്ന് കാരണം കഴിഞ്ഞ സിറ്റിംഗ് എം പിയാണ് ആരിഫ്. ഇപ്പോൾ കേന്ദ്രത്തിലെ മെയിൻ ആളാണ് കെ.സി വേണുഗോപാൽ. അത് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ജയിക്കാൻ സാധ്യത എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് കക്ഷികളും ഒരേ കണക്ക് കിടക്കുക. മൂന്നാമത് ബി.ജെ.പിയുടെ ഒരു കാൻഡിഡേറ്റ് കൂടുതൽ വോട്ട് നേടുമെന്നല്ലാതെ ജയിക്കാൻ സാധ്യത ഇപ്പോൾ രണ്ടുപേരെയും പറയാനൊക്കത്തില്ല. കെ.സി വേണുഗോപാലായാലും ആരിഫായാലും രണ്ടും തുല്യമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ആര് ജയിച്ചാലും കേന്ദ്രത്തിൽ പോയാൽ രണ്ടും ഒരു കക്ഷിയല്ലേ. അതുകൊണ്ട് അവർ ആര് ജയിച്ചാലും ഇതിനേക്കാളും രണ്ടും കൂടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നതായിരുന്നു. അതല്ലേ നല്ലത്. ഇന്ത്യ മുന്നണിയുടെ ആണ് അവർ രണ്ടുപേരും. മറ്റതെന്ന് പറയുമ്പോൾ ബി.ജെ.പിയുടെ ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചും ഇത് ഒറ്റയ്ക്കുമായിരുന്നു എന്നെങ്കിൽ നമുക്ക് പറയാം ജയിക്കുന്നവരാണെന്ന് പറയാം. അതല്ലാതെ ഇതിപ്പോൾ മൂന്ന് കക്ഷികളിൽ ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെ ജയിക്കും. അങ്ങനെ വരത്തുള്ളൂ. ഇവിടെ തീർച്ചയായിട്ടും കെ.സി വേണുഗോപാൽ ജയിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം കെ.സി വേണുഗോപാലിന് മുമ്പിൽ ഇവിടെ ഇരുന്നപ്പോഴാണ് ഈ വലിയഴിക്കൽ പാലം കെ.സി വേണുഗോപാലും നമ്മുടെ ചെന്നിത്തലയും ഇവിടെ ഉൾപ്പെട്ട ടീം ഇവിടെ കൊണ്ടുവന്നു.
അതിൽ ആർക്കും ഒരു സംശയം വേണ്ട, കേസി ജയിച്ചിരിക്കും. ത്രികോണ മത്സരം ഇപ്പോഴത്തെ അവസ്ഥയിൽ ത്രികോണ മത്സരത്തിൽ ഒന്നും ഇത് വരത്തില്ല. ഈ ഇടതുപക്ഷവും വലതുപക്ഷം ഇതുമായിട്ടുള്ള ഇതേ ഉള്ളൂ. കേസി വേണുഗോപാൽ ജയിച്ചിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു പരിപാടി നമുക്കില്ല. ഇലക്ഷൻ്റെ കാര്യത്തെ പറ്റി നമുക്ക് നമ്മുടെ ഇവിടെ നിന്ന് പറയാൻ വേണ്ട. എന്ത് പറയാന്, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്ന്, ആരിഫ് ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിത് ഇപ്പോൾ ഈ ചേട്ടനാനിമാരായിരിക്കുന്നതല്ല, കള്ളം പറയല്ല. ഞങ്ങൾ ജനിച്ച കാലം മുതൽ എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരുള്ള കാലം മുതൽ നമ്മൾ ഒരു പാർട്ടിക്ക് ഇടതുപക്ഷമാണ് നമ്മൾ. അവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതുവരെ, ഞാനിപ്പോൾ ഇരുന്ന കാര്യം പറയുന്നത് കണ്ട, അവരെല്ലാം നമ്മളെ ആളുകൾ. നമുക്ക് ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുമില്ല, നമുക്കറിയാനും വയ്യ. സത്യം പറയും, നമ്മളിങ്ങനെ പോകുന്നു, മുന്നോട്ട് പോകുന്നു ഇങ്ങനെ, നമുക്കറിയാനും വയ്യ. പിന്നെ നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് പറയുക. അപ്പോൾ എൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്, നമ്മൾ എല്ലാവരും കമലമില്ലാത്ത വന്നാൽ നമ്മുടെ വീട്ടുകാരുടെ പേര് ആ കിടക്കുന്ന എൻ്റെ അനിയന്മാരെല്ലാവരും. അപ്പോൾ നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അച്ഛനുമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ഇവിടെ വലിയ കൊടിയൊക്കെ പണ്ടും കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ വലിയ ഉയർന്ന കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ അപ്പോൾ ഞാൻ അന്ന് ചെറുപ്പം എനിക്കറിയത്തില്ല അന്ന് ഇതിൻ്റെ ഈ പാർട്ടിയുടെ എന്തുവാന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ജീവിക്കുക. അപ്പോൾ എൻ്റെ അച്ഛനും എല്ലാവരും പോയി കഴിഞ്ഞ് പറഞ്ഞ്, എൻ്റെ അച്ഛൻ പറഞ്ഞ്, മകനെ പിന്നെ അച്ഛൻ പോയാൽ ഒരു പാർട്ടിക്ക് അച്ഛൻ വോട്ട് ചെയ്യുന്നു, എൻ്റെ മകൻ അത് വിട്ട് പിടിക്കരുത് എന്ന് എൻ്റെ അച്ഛൻ അന്ന് ഒരു ഓർമ്മ എനിക്ക് തന്നു. ഞാൻ ചിരിച്ചോണ്ട് പറയുക, എന്നെ കൊല്ലരുത് ഈ പറയുന്ന കാര്യം. അങ്ങനെ ഞങ്ങൾ അന്നും ഇന്നും വോട്ട് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ എൻ്റെ കൊച്ചുമോനെ ഇന്നത്തെ സമയം വരെ നമുക്കൊരു അതിലൊരു എന്തോന്നും നമുക്ക് ഉണ്ടായിട്ടുമില്ല, ഒരു നേട്ടങ്ങൾ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ ഇന്ന് ആലോചിക്കുന്നത് എന്തുവാണെന്നറിയാവാ, ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ആലോചിക്കുന്നു, നമുക്കിത് വേണ്ട, നമ്മളെ ഈ പാർട്ടിയെല്ലാം കൂടെ നമ്മളെ ചിലപ്പോൾ കൊല്ലാൻ നിൽക്കുന്നതായിരിക്കും, നമുക്ക് വേണ്ട. നമുക്ക് ഏതെങ്കിലും നമ്മൾ ഈ ഒരു പാർട്ടിക്ക് നിന്നിട്ട് നമുക്കൊരു കാര്യമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടി വിട്ട് നമുക്ക് നിൽക്കാമെന്നുള്ള കാര്യത്തെ പറ്റി എൻ്റെ മനസ്സിങ്ങനെ ആലോചിക്കുന്നു. എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വയ്യ, സത്യം. ഞാൻ ഈ പറയുന്ന കാര്യം വിഷമിച്ചുള്ള കാര്യങ്ങൾ. എനിക്ക് അത് എൻ്റെ മകനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ അന്ന് ശരിയാ ഉള്ളിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടായിരുന്നു. ഇന്നെനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാനുള്ള കാര്യം പറയും. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും കേരളത്തിലെയും മൊത്തമുള്ള തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസം 26-ന് നടക്കുകയാണ്. വളരെ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിർന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ പേരും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി LDFന് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. സിറ്റിംഗ് MP ആയ AM ആരിഫാണ് മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് എറണാകുളം കായംകുളം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റു വിഷയങ്ങളിലുമെല്ലാം നല്ല രീതിയിലുള്ള ഇടപെടലാണ് പാർലമെൻറ്റിനകത്തും പുറത്തും AM ആരിഫിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരിഫ് ജയിക്കേണ്ട ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. മറുപക്ഷത്താകുമ്പോഴത്തേക്ക് KC വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ MP ആണ്. 2.5 വർഷം കൂടെ കാലാവധി നിൽക്കുന്ന MP, ആ MP സ്ഥാനം അവിടുന്ന് പാർലമെൻറ്റ് ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ആലോചിക്കേണ്ടത് ആ ഒരു MP സ്ഥാനം അത് നിലവിലത്തെ സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സീറ്റിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്കായിരിക്കും അത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ജയിക്കാൻ പോകുന്നത്. പക്ഷേ ആലപ്പുഴയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി KC വേണുഗോപാലിന് നൽകും. ഇവിടെ ആലപ്പുഴയിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി തന്നെ കഴിഞ്ഞ 2019 തിരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ
UDF തരംഗമുണ്ടായിട്ടും ആലപ്പുഴ LDFിനോടൊപ്പം ഉറച്ചു നിന്നു. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി AM ആരിഫ് ജയിക്കും എന്നുള്ളത് തന്നെയാണ്